CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയപാത 66 എടക്കഴിയൂർ ജുമാഅത്ത് പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ ലോറിയിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. എറണാകുളം പിറവം സ്വദേശികളായ നോബിൾ വർഗീസ്, ആൻമരിയ, സോബിൾ വർഗീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് പരിഷ്കരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. 2023-24 അധ്യയന വർഷത്തെ ഗ്രേസ് മാർക്ക് പരിഗണിച്ച ഉന്നതതല യോഗ തീരുമാനപ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു. ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ അപസ്മാരം ബാധിച്ച നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ യുവാവിന് ഗുരുതര പരിക്കേറ്റു. കോക്കൂർ ചിയാനൂർ ചേമ്പിലക്കടവിൽ മോനുട്ടി മകൻ നിസാറിനാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരൻ ചാട്ടുകുളം ചേമ്പാലക്കാട്ടിൽ അഫീസ്, സൈക്കിൾ യാത്രക്കാരൻ ഇരിങ്ങപ്പുറം രാമനത്ത് സാലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചുമർ ചിത്രകാരൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി കുറുപ്പ് നിര്യാതനായി. 85 വയസ്സായിരുന്നു. പ്രശസ്ത ചുമർ ചിത്രകാരൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ പ്രധാന ശിഷ്യരിൽ ഒരാളായിരുന്നു. പുതിയതായി നിർമ്മിച്ച എരുമപ്പെട്ടി NSS കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും കേശവൻ മാസ്റ്റർ ഗ്രന്ഥശാല സമർപ്പണവും നടന്നു. മന്നലാങ്കുന്ന് യാസിൻ പള്ളി അറപ്പച്ചാലിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് ബീച്ചിലെത്തുന്നവർക്ക് ദുരിതമാകുന്നു. നിരവധി സന്ദർശകർ ദിവസേന എത്തുന്ന ബീച്ചിലെ അറപ്പച്ചാലിൽ നിന്നും ശക്തമായ ദുർഗന്ധമാണ് ഉയരുന്നത്. കളഞ്ഞുകിട്ടിയ പണം ഉടമയ്ക്ക് കൈമാറി യുവാവ് മാതൃകയായി. വടക്കേക്കാട് 4-ാം കല്ല് ഫെഡറൽ ബാങ്ക് പരിസരത്ത് നിന്നാണ് പേരകം സ്വദേശിയായ രായമരക്കാർ വീട്ടിൽ ഫാസിലിന് പണം കളഞ്ഞുകിട്ടിയത്. പരൂർ സ്വദേശി മുഹമ്മദ് റിസ്വാന്റേതായിരുന്നു നഷ്ടപ്പെട്ട പണം. എരുന്നല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ഇടവക ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ യൗസേപിതാവിന്റെയും പരിശുദ്ധ കൊന്തമാതാവിന്റെയും സംയുക്ത ഊട്ടുതിരുനാളാണ് ഞായറാഴ്ച ആഘോഷിച്ചത്. വേലൂർ ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെയും വിശുദ്ധ റോസ പുണ്യവതിയുടെയും മെയ് 7-8 തീയതികളിൽ ആഘോഷിക്കുന്ന 300-ാം സംയുക്ത ഊട്ടുതിരുനാളിന്റെ സപ്ലിമെന്റ് പ്രകാശനം നടന്നു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്നും വീണ് 3 പേർക്ക് പരിക്കേറ്റു. വെള്ളർക്കാട് പീടികയിൽ വളപ്പിൽ വീട്ടിൽ അബ്ദുൾ ഖാദർ, സീന, അൻഫ എന്നിവർക്കാണ് പരിക്കേറ്റത്. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പുണ്യാളച്ചൻ 2.0 ലോഗോ പ്രകാശനം നടന്നു. ഗാർഗി പബ്ലിക്കേഷന്റെ ആദ്യ പുസ്തകവും തിച്ചൂർ സ്വദേശി പ്രിയ രവീന്ദ്രന്റെ ആദ്യ നോവലുമായ നെസിമാസ് ഷെൽട്ടർ പ്രകാശനം നടന്നു. ചാവക്കാട് ഖുറാൻ സ്റ്റഡി സെന്റർ ആസ്ഥാനമായി കഴിഞ്ഞ 15 വർഷത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന തഖ്ദീസ് ക്യാമ്പയിന്റെ ഈ വർഷത്തെ പ്രവർത്തനത്തിന് തുടക്കമായി. ആനുകാലികങ്ങളിലും സോഷ്യൽ മീഡിയകളിലും മാത്രം എഴുതിയിരുന്ന പ്രവാസിയും ഒറ്റപ്പിലവ് സ്വദേശിയുമായ സലിം മുഹമ്മദിന്റെ ആദ്യ കവിതാ സമാഹാരമായ നിങ്ങൾ എനിക്ക് എന്താണ് തന്നത് എന്ന 51 കവിതകളടങ്ങിയ പുസ്തകത്തിന്റെ പ്രകാശനം മാതാവ് ആയിഷക്കുട്ടി നിർവഹിച്ചു. ഭാർഗവൻ പള്ളിക്കര സ്മാരക സമിതി ഗുരുവായൂർ CCCയുടെ 873ാമത് പ്രോഗ്രാം കൊച്ചിൻ നടന അവതരിപ്പിക്കുന്ന സ്നേഹതീരത്തൊരാൾ ചൊവ്വാഴ്ച അരങ്ങേറും. വൈകിട്ട് 7-ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നാടകം അരങ്ങേറുക. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ KMPU സംസ്ഥാന സമ്മേളനം മെയ് 21-ന് മലപ്പുറം ചങ്ങരംകുളത്ത് നടക്കും. സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.